എന്റെ മകളുടെ ഭാവി പരിപാടി എന്താന്നും കൂടി പറയേ. മതി അമ്മേ, കുറച്ചു നേരമായില്ലേ തുടങ്ങിയിട്ട്. മുഖ്യമന്ത്രിയുടെ വീഡിയോ കോൺഫറൻസ് ആയതുകൊണ്ടല്ലേ ഞാൻ. അതും ഉരുൾപൊട്ടലിൽപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് ദുരിതാശ്വാസം കൊടുക്കുന്നത് സംബന്ധിച്ച്. നമ്മൾ കൃത്യസമയത്ത് കണക്കൊക്കെ പ്രസന്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പാവങ്ങൾക്ക് ആ പണം കിട്ടിയില്ലെന്ന് വരും. കേന്ദ്ര ഫണ്ടിന്റെ ഒക്കെ കാര്യമല്ലേ അമ്മേ. എടി നിക്ക്. പാവങ്ങള്, അഗതികള്, അവർക്കുള്ള സഹായധനം ഇതെല്ലാം നല്ലത് തന്നെയാ. പക്ഷെ വല്ലപ്പോഴും സ്വന്തം കാര്യത്തെ പറ്റി കൂടി ഒന്ന് ചിന്തിക്കണം. നാട്ടുകാരുടെ മൊത്തം കാര്യം എടുത്ത് തലയിൽ വെക്കാന്ന് വെച്ചാ അതിനുവേണ്ടി നീറി ഒടുങ്ങാനുള്ളതാണോ നിന്റെ ജന്മം? അതിനു വേണ്ടിയല്ലേ അമ്മേ ഞാൻ ഈ ജോലി തെരഞ്ഞെടുത്തത്. ചെറുപ്പത്തിലെ മനസ്സിൽ വേര് പിടിച്ചൊരു സ്വപ്നം. ആ സ്വപ്നം മനസ്സിൽ നട്ടു നനച്ച് വളർത്തുമ്പോഴും തഴച്ചു വളരുമ്പോഴും വിഷ്ണുവേട്ടനൊന്നും ചിത്രത്തിലില്ല. ഒരു കുടുംബം തന്നെ ഇല്ല. ഭർത്താവെന്ന് പറയുമ്പോൾ മനസ്സിൽ തെളിയുന്നത് അമ്മയും ഞാനും അടക്കമുള്ള 3 മക്കളെയും പെരുമഴ പെയ്യുന്നൊരു രാത്രി തെരുവിലേക്ക് തള്ളിയിറക്കി അച്ഛനെ പോലെ ഒരു പുരുഷന്റെ മുഖമാ. മോളെ, അന്ന് അമ്മയെ സഹായിക്കാൻ ആരും ഉണ്ടായില്ല. ആ കണ്ണീരിന്റെ ചൂടിലാമ്മ കളക്ടർ എന്നൊരു സ്വപ്നം വിഗ്രഹമായി ഒരുക്കിയെടുത്തതും മനസ്സിൽ പ്രതിഷ്ഠിച്ച് ആരാധിച്ചതും. വളരെ കഷ്ടപ്പെട്ട് ഞാനത് നേടിയെടുത്തു. പിന്നെയോ AC കാറിലെ യാത്ര, AC സ്യൂട്ടിലെ മീറ്റിങ്ങുകളും കുശല പ്രശ്നങ്ങളും, 7 കോഴ്സ് ഡിന്നറുകളും ഹൈ ക്ലാസ് ബന്ധങ്ങളും, ഇതൊക്കെ ആസ്വദിച്ച് കളക്ടറുടെ ബംഗ്ലാവിൽ സുഖമായി കിടന്നുറങ്ങിയാ മതിയോ അമ്മേ? കാർഷിക വിളകൾക്ക് വിലത്തകർച്ചയുണ്ടായപ്പോ ആത്മഹത്യയിൽ അഭയം തേടിയ ഒരു അച്ഛന്റെ മകൾ ഉണ്ടാകും അന്നത്തെ ശാലിനിയുടെ പ്രായത്തിൽ. കടലിൽ പോയ സ്വന്തം ബന്ധുക്കളെ പറ്റി ഒരു വിവരവും ഇല്ലാതെ തീരത്ത് കണ്ണീർ വാർത്തിരിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടാവും അന്നത്തെ ശാരികയുടെ പ്രായത്തിൽ. ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിൽ മറഞ്ഞുപോയ സ്വന്തം മക്കൾ ഇപ്പോഴും ജീവനോട് ശേഷിക്കുന്നുണ്ടാവുന്ന പ്രതീക്ഷയിൽ മഞ്ഞും മഴയും രാപ്പകൽ കണ്ട് കാത്തിരിക്കുന്നൊരു ശാരദാമ്മയുണ്ടാവും. മോളെ, ഞാൻ അങ്ങനെ അമ്മ പേടിക്കണ്ട. വിഷ്ണുവേട്ടൻ എന്ന നിധിയെ കൈവിട്ട് കളയില്ല ഞാൻ. അത് എന്റെ പ്രാണവായുവാ. അതില്ലാതെ എനിക്ക് ജീവിതമില്ല. അമ്മേ, പെണ്ണ് കാണലല്ലേ നടന്നിട്ടുള്ളൂ. നിശ്ചയമൊന്നും നടക്കാൻ പോകുന്നില്ല. ശാലിനിക്ക് ജീവനുണ്ടെങ്കിൽ. അച്ഛനെ, എടുത്തമ്മ കണ്ട അച്ഛനെ. എടാ ഇറങ്ങിടാ പുറത്ത്. എടാ പോകാൻ ഇറങ്ങി പോടാ. അതൊന്നും കുഴപ്പമില്ലടാ. അച്ഛൻ എന്തിനാ വെറുതെ തനിച്ച്? എല്ലാവരും തനിച്ചല്ലടാ. മുകളിലത്തെ മുറിയിൽ നീ ഇങ്ങനെ തനിച്ച്, താഴെ ഞാൻ അങ്ങനെ ഒറ്റപ്പെട്ടു. ഒപ്പം ഭാമയുണ്ട്. പക്ഷേ രണ്ടും രണ്ട് ലോകമാ. അവളുടെ ലോകത്തേക്ക് എനിക്കോ എന്റെ ലോകത്തേക്ക് അവൾക്കോ പ്രവേശനമില്ല. അത് വേണ്ടാന്ന് വെച്ചിട്ടൊന്നുമല്ല, പക്ഷെ അതങ്ങനെ ആയിപ്പോയടാ. മക്കളാ അച്ഛനമ്മമാരുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നതേ.
നമുക്ക് കിട്ടാത്തതൊക്കെ അവർക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കും. നമുക്ക് കിട്ടാതെ പോയൊരു കളിപ്പാട്ടമോ കുപ്പായമോ ഒക്കെ അതെങ്ങനെയെങ്കിലും അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കും, പോരടിക്കും. അതവർക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആനന്ദം ഉണ്ടല്ലോ, സ്വർഗമാടാ, സ്വർഗം. എൻ്റെ മോനെ, നിനക്കറിയോ, ഒരു 15 വയസ്സുള്ളപ്പോഴേ ഒരു സൈക്കിൾ ചവിട്ടാൻ കിട്ടുമെന്ന് കൊതിച്ചിട്ടുണ്ട് ഞാൻ. അതും വാടകയ്ക്ക്. 1-2 രൂപയൊക്കെ ഉള്ളൂ അന്ന് 1 മണിക്കൂർ വാടക. എന്നാലും അതുപോലും ഇല്ല. അതിൻ്റെ സങ്കടവും വേദനയൊക്കെ മാറ്റിയത് എൻ്റെ മക്കൾക്ക് ചവിട്ടാൻ പ്രായമാവും മുമ്പ് സൈക്കിളും വണ്ടിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത. മക്കൾ സന്തോഷിക്കുന്നതും സമാധാനത്തോടെ ജീവിക്കുന്നതൊക്കെ തന്നെയാ ഏതൊരു അച്ഛനമ്മമാരുടെയും സന്തോഷം. അത് മരിക്കുമ്പോ പോലും എന്തിനപ്പ ഇങ്ങനെയൊക്കെ? എടാ, ഭാമി ഞാനൊക്കെ ചിന്തിക്കുന്നതേ നിന്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാ. പ്രീതിയുടെ കാര്യത്തിൽ ഒരു സമാധാനമുണ്ട്. ചങ്കു പറിച്ച് സ്നേഹിക്കുന്നൊരു പയ്യനെ തന്നെ അവൾക്ക് കിട്ടിയതേ. അതുപോലെ തന്നെ ആയിരുന്നു നിന്റെ കാര്യത്തിൽ ഞാൻ സമാധാനിച്ചിരുന്നത്. അത് പക്ഷേ മക്കളെ, നിനക്കൊരു കൂട്ടുവേണമെന്ന് ഭാമ ആഗ്രഹിച്ച അതവളുടെ സ്വാർത്ഥതയാ. ഒരമ്മയുടെ സ്വാർത്ഥതയെന്ന് ഞാൻ പറയും. മനസ്സിലോ ഹൃദയത്തിലോ ഒരാൾ പതിഞ്ഞുപോയാ ചിതയോളം കൂടെ പോകുന്ന എൻ്റെ ഒരു അനുഭവം. എനിക്കത് മനസ്സിലാവും മോനെ. അല്ല, എനിക്ക് എനിക്ക് പെണ്ണുങ്ങളുടെ മനസ്സേ മനസ്സിലാവുന്നില്ല. ചിലപ്പം അച്ഛനൊരു പഴഞ്ചനായി പോയതുകൊണ്ടായിരിക്കൂടാ. ഒന്നു പോയാ അതിന് പകരം വയ്ക്കാൻ മറ്റൊന്നിനെ കൊണ്ടാവോ? ഇല്ല. ഈ എല്ലാ കഥകളിലും പറയുന്നതൊക്കെ സ്ത്രീയുടെ നല്ല മനസ്സിനെ പറ്റിയും സ്നേഹത്തെ പറ്റിയൊക്കെയാ. പക്ഷേ ജീവിതത്തില് എനിക്കതിനെ പറ്റിയൊക്കെ സംശയമുണ്ടാ മക്കളെ. മക്കളെ, കമലിനോട് ഒന്ന് പറഞ്ഞ ഞങ്ങൾ കൂട്ടിച്ചേർത്ത് ഞാൻ ചോദിക്കുക. നിന്റെ പെണ്ണ് ശാലിനി ഇവിടെ തന്നെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കാം. പക്ഷെ അവള് തിരിച്ചു വരൂടെ മക്കളെ നിന്റെ ജീവിതത്തിലേക്ക്? വരൂ. എടാ മക്കളെ, നിനക്കതിൽ ഉറപ്പുണ്ടോടാ? എങ്കിൽ ഞാൻ നിന്റെ അച്ഛൻ കൂട്ടിക്കൊണ്ടുവരൂടാ അവളെ. അച്ഛൻ കൊണ്ടുവരും. അവളെവിടെ ഉണ്ടെങ്കിലും കൊണ്ടുവരും. അവള് ശാലിനി എവിടെ ഉണ്ടെങ്കിലും അവളെ മാത്രം മതിച്ചെനിക്ക്. ഇല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ എരിഞ്ഞിറങ്ങിക്കോളാം. അവൾക്ക് എന്നെ മറക്കാൻ പറ്റില്ല അച്ഛ. ഇനിയിപ്പം മറന്നാലും ചിതയോടെ ഞാൻ കൊണ്ടുപോയിക്കോളാം. നെഞ്ചിനുള്ളിലടച്ച്. എന്തുടാ മോനെ? എടാ മക്കളെ,
വിഷമിക്കണ്ട. അച്ഛനിപ്പോ മനസ്സിലായി. അച്ഛന് കിട്ടാതെ പോയ കുപ്പായം കളിപ്പാട്ടൊന്നും അല്ല നിനക്ക് വേണ്ട ഏറ്റവും വലിയ സന്തോഷം. അത് അച്ഛന് കിട്ടാതെ പോയ സന്തോഷം തന്നെ. എന്താ മോനെ, എന്ത് വില കൊടുത്തു അത് എന്റെ ജീവൻ തന്നെ ആയാലും അത് അച്ഛൻ നിനക്ക് കൊണ്ട് തന്നിരിക്കും. തന്നിരിക്കൂടാ. മക്കളെ മറക്കാൻ പറ്റില്ല. എന്താ മക്കളെ വിഷമിക്കണ്ടടാ, അച്ഛനുണ്ടടാ കൂടെ. മക്കളെ വിഷമിക്കണ്ടടാ. ഹലോ അമ്മേ, ഈ കുഞ്ഞേച്ചി എവിടെയാ? അവള് കളക്ടറേറ്റിലുണ്ടല്ലോ മോളെ. അമ്മ എന്താ എന്നെ പരിഹസിക്കുകയാണോ? ഇന്നിവിടെ ഒരു ചടങ്ങ് നടന്നു, അത് വല്ലതും അറിഞ്ഞോ? മോളെ, അവക്ക് ജോലിയുടെ ഒരു കാര്യം വന്നു, അതുകൊണ്ട് നിന്റെ ഫോൺ എടുക്കാൻ പോലും പറ്റാതിരുന്നത്. അമ്മ എന്ത് വർത്തമാനാ ഈ പറയുന്നേ? ഇത് കുഞ്ഞേച്ചിയുടെ ജീവിതത്തിന്റെ കാര്യമല്ലേ? കുഞ്ഞേച്ചി ഇപ്പൊ ഈ കാര്യത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ഇനി എപ്പോ ഇടപെടുന്നാ? അമ്മേ, കുഞ്ഞേച്ചി നിസ്സാരക്കാരിയല്ല, ഈ നാട്ടിലെ ജില്ലാ കളക്ടറാ. അഭിമാനത്തോടെ ഈ വീട്ടിലേക്ക് തല ഉയർത്തിപ്പിടിച്ച് കയറി വരാം. വിഷ്ണുവേട്ടൻ കഴുത്തിൽ താലി കെട്ടിയ പെണ്ണാണെന്നും പറഞ്ഞ് അതോടെ എല്ലാം അവസാനിപ്പിച്ചൂടെ അമ്മേ? മോളെ, പിന്നെ വേറൊരു വിവാഹാലോചനയുടെ പ്രശ്നമില്ല, എല്ലാത്തിനും ഒരു പരിഹാരവും ആവും. അമ്മേ, കളക്ടർ ബംഗ്ലാവൊന്നും വേണ്ടെന്നും പറഞ്ഞ് നമ്മുടെ പഴയ വീട്ടിൽ തന്നെയല്ലേ നിങ്ങൾ രണ്ടാളും ഇപ്പൊ താമസിക്കുന്നേ? അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വലിയ ദൂരമൊന്നുമില്ലല്ലോ. കുഞ്ഞേച്ചിക്ക് അവിടുന്ന് ഹലോ ഹലോ ശ്യാമേ, മോളെ, മോളെന്തിനാ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞേ? സംസാരിച്ചോ? അത് അച്ഛാ, അഭയാനന്ദ ആശ്രമത്തിലെ അമ്മയാ. കഴിഞ്ഞ വർഷം പപ്പിമോളുടെ ബർത്ത്ഡേക്ക് അന്നദാനം നടത്താൻ പോയപ്പോ നമ്മള് പരിചയപ്പെട്ട ആള്. ഞാൻ ചോദിച്ചില്ലല്ലോ മോളെ. നിസ്സാരക്കാരിയല്ല, ഈ നാട്ടിലെ ജില്ലാ കളക്ടറാ. കളക്ടർ ബംഗ്ലാവൊന്നും വേണ്ടെന്നും പറഞ്ഞ് നമ്മുടെ പഴയ വീട്ടിൽ തന്നെയല്ലേ നിങ്ങൾ രണ്ടാളും ഇപ്പൊ താമസിക്കുന്നേ? രാഘവേട്ടന് എന്തോ സംശയം തോന്നിയിട്ടുണ്ടെന്ന് ശ്യാമ പറയുന്നത്. എന്ത് സംശയം തോന്നിയെന്ന്? അല്ല, ശാലിനി ഇവിടെ ഉണ്ടെന്നേ. അത് സംശയമാണോ ശാരദേ? ഉള്ള കാര്യമല്ലേ. ഒരു ജില്ലാ കളക്ടറെ എത്ര നാൾ മറച്ചു വയ്ക്കാൻ പറ്റും? പറ്റില്ല ഗോപാലേട്ടാ, എനിക്കും അറിയാം. പക്ഷേ
ശാലിനി ഒരു വാക്ക് പറയാതെ. ശാലിനിക്ക് അറിയിക്കാതിരിക്കാം, അത് അവളുടെ തീരുമാനം. പക്ഷെ മറ്റുള്ളവർ അറിയാൻ പാടില്ലെന്ന് കൂടി അവൾക്ക് നിശ്ചയിക്കാൻ പറ്റില്ലല്ലോ. ശാരദേ, ഇത്ര നാള് നിങ്ങൾ കളിക്കുന്ന ഈ കളിക്ക് ഞാൻ കൂട്ടുനിന്നു. അതെനിക്ക് സ്വന്തമായ അഭിപ്രായം ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. പിന്നെ അങ്ങനെ അഭിപ്രായം പറയാനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിധി കഴിഞ്ഞ് ഇടപെടാനും എനിക്ക് സ്വാതന്ത്ര്യമില്ലെന്ന വിശ്വാസത്താല്. എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ അച്ഛൻ എവിടെയായിരുന്നു എന്ന് ശാലിനി തിരിഞ്ഞു നിന്നൊരു ചോദ്യം ചോദിച്ചാ എനിക്ക് മറുപടി ഇല്ലാതായി പോവും. പെൺബുദ്ധി പിൻബുദ്ധി എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ അതിത്ര തലതിരിവാവൂന്ന് കരുതിയിട്ടില്ല. എല്ലാം തനിയെ വെളിപ്പെടുമെങ്കിൽ വെളിപ്പെട്ടോട്ടെ എന്ന് കരുതിയാ ഞാൻ ഇത്രയും കാത്തിരുന്നത്. പക്ഷേ ഇത് കുറച്ച് കൂടുതലങ്ങ് നീണ്ടുപോയി ശാരദേ. എന്നായാലും ഇത് വെളിപ്പെടുക തന്നെ ചെയ്യും. ഈ വീട്ടിൽ നിങ്ങൾ ഒളിച്ചും പാത്തും കഴിയുമ്പോ ആണായ നിങ്ങളും ഇല്ലായിരുന്നോ ഗോപാലകൃഷ്ണ കൂടെന്ന് ആരെങ്കിലും ഒന്ന് ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയും ശാരദേ? ഗോപാലട്ട ഒന്ന് പതുക്കെ, അവള് കേക്കും. കേക്കുന്നെങ്കിൽ കേക്കട്ടെ ശാരദേ. ദേ, ഇനി ഇത് ഒളിപ്പിച്ചു വയ്ക്കാൻ പറ്റില്ല. ഇനി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാ ഉദ്ദേശമെങ്കിൽ ഞാൻ തന്നെ എല്ലാം വിഷ്ണുവിനോട് തുറന്നു പറയും. അല്ലാതെ വിഷ്ണുവിന്റെ കല്യാണം പുറത്താരോ വന്നിട്ടുണ്ട്, ആരാന്ന് നോക്കി. വയ്യാത്ത ഞാൻ തന്നെ പോയി നോക്കണമല്ലേ? അത് പിന്നെ നടക്കണമെന്നല്ലേ വൈദ്യര് പറഞ്ഞേക്കുന്നേ. ആ, ഇങ്ങനെ നടക്കുന്നതിലും ഭേദം കിടക്കുന്ന തന്നെയാ. ജില്ലാ കളക്ടർ ആരാത്? രാഘവൻ നായരോ? ആ, രാഘവൻ നായർ എന്നെ ഗോപാലകൃഷ്ണ. വേണ്ട ഗോപാലകൃഷ്ണ, എന്നെ സഹായിക്കാൻ നിന്നിട്ട് ഇനി താനും കൂടി വീഴണ്ട. സ്വന്തം തളി അവനോ തന്നെ ചുമക്കണമെന്നല്ലേ? അല്ല, അകത്തോട്ടിരിക്കായിരുന്നു. വേണ്ട, എവിടെങ്കിലും ഇരുന്നാ പോരെ. 6 വർഷം മുമ്പ് നമ്മൾ കാണുമ്പോ ഞാൻ വീൽ ചെയറില. ഇപ്പോ ഞാൻ എഴുന്നേറ്റപ്പോ ഗോപാലകൃഷ്ണൻ വടികുത്തി. കാലത്തിന്റെ ഓരോ ഇന്ദ്രജാലങ്ങളെ. വാഴാനും വീഴാനും ഓരോ കാലം ഉണ്ടല്ലോ രാഘവൻ നായരെ. ആ